ഓണം അറ്റയറിൽ 3D പീക്കോക്ക് എംബ്രോയ്ഡറിയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത് ആരി നീഡിൽ വെച്ചിട്ടാണ്. നമുക്ക് വേണമെങ്കിൽ ഈ ഡിസൈന് നോർമൽ നീഡിൽ വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ വർക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ എങ്ങനെയൊക്കെയാണ് നോർമൽ നീഡിൽ വെച്ചിട്ട് ചെയ്യുന്നതെന്നും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക കേട്ടോ. പിന്നെ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചധികം മെറ്റീരിയൽസ് ഉള്ളതുകൊണ്ട് ഞാൻ വർക്ക് ചെയ്ത കൂട്ടത്തിൽ എന്തൊക്കെ ആദ്യം നമ്മൾ ഈ പീക്കോക്കിൻ്റെ ഈ ഒരു ഔട്ട്ലൈൻ ഉണ്ടല്ലോ, ഇവിടെ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഒരു റോ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നീഡിലേക്ക് ബീഡ്സ് ലോഡ് ചെയ്ത ശേഷം രണ്ട് ബീഡായിട്ടാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. 2 ബീഡ് അല്ലെങ്കിൽ 1 ബീഡ് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. കുറേ ബീഡ്സ് ഒന്നിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്താൽ ബീഡ്സ് ലൂസായി പോകാനൊക്കെ ചാൻസസ് ഉണ്ട്. പിന്നെ കോർണർ പോർഷൻ അല്ലെങ്കിൽ എഡ്ജസ് ഒക്കെ വരുമ്പോൾ ഒറ്റ ബീഡ് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇത് തന്നെ നമ്മൾ നോർമൽ നീഡിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ നീഡിൽ നമ്പർ 12 വേണം യൂസ് ചെയ്യാനായിട്ട്. പിന്നെ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യുന്ന ഒത്തിരി വീഡിയോസ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചെക്ക് ചെയ്താൽ അതെങ്ങനെയാണെന്ന് മനസ്സിലാകും. ഇപ്പോൾ നമ്മൾ പീക്കോക്കിൻ്റെ ഔട്ട്ലൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്കിൻ്റെ ഈ ഒരു പോർഷനിൽ നമുക്ക് സ്റ്റോൺ ചെയിൻ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്റ്റോൺ ചെയിൻ ഇതുപോലെയാണ് വരുന്നത്. ആ ഒരു സൈസിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് ചെറിയൊരു പീസാക്കിയിട്ട് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ്. ഇനി ആ സ്റ്റോൺ ചെയിൻ്റെ 2 വശത്തും ഓരോ റോ ഷുഗർ ബീഡ്സും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ്. ഇനി കണ്ണിൻ്റെ പോർഷനിൽ നമുക്കൊരു ഫിറ്റിംഗ് സ്റ്റോൺ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി പീക്കോക്കിൻ്റെ ഈ ഒരു ബോഡി പാർട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 4 സ്റ്റാൻഡ്സ് സിൽക്ക് ത്രെഡ് 2ആയിട്ട് മടക്കിയിട്ട് നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ഈ കപ്പ് സീക്വൻസും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ലോങ് ഫ്രഞ്ച് നോട്ട് ചെയ്ത് അതിൻ്റെ ഒപ്പം തന്നെ സീക്വൻസ് ആഡ് ചെയ്തിട്ടാണ് ആ ഒരു പോർഷൻ ഫിൽ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇനി ഈ ഹെഡ് പോർഷൻ നമ്മൾ റെഡ് കട്ട് ബീഡ് വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഓരോരോ കട്ട് ബീഡായിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്.
ഇവിടെ റെഡ് റൗണ്ട് ബീഡ് സ്റ്റിച്ച് ചെയ്യുവാണ്. റെഡ് റൗണ്ട് ബീഡിന് ചുറ്റുമായിട്ട് നമ്മൾ ഷുഗർ ബീഡ്സും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ്. ഇനി ഈ ഒരു പോർഷനിൽ നമ്മൾ സർദോസി വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇവിടെ മാറ്റ് ഫില്ലിംഗ് ആണ് കേട്ടോ ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഇതുപോലെ കുറച്ച് ലൈൻസ് ഒന്ന് വരച്ച് കൊടുക്കുവാണ്. എന്നിട്ട് സർദോസി ഇനി നമ്മൾ ആ വരച്ച ആ ലൈൻസിൻ്റെ സൈസിനനുസരിച്ചുള്ള സർദോസി ഇവിടെ ഓരോന്നായിട്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ്. ഇനി സാദി സർദോസി 1 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്ത് ചെറിയ പീസസ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ മാറ്റ് ഫില്ലിംഗ് ചെയ്യാൻ പോവാണ്. ചിറകിൻ്റെ ഏകദേശം ഒരു സെൻറ്റർ പോർഷനിൽ നിന്നാണ് നീഡിൽ ഇതുപോലെ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ആ ചെറിയൊരു സർദോസി നമ്മൾ നീഡിലേക്ക് എടുത്തിട്ട് അപ്പോൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത ലോങ് സർദോസി ഉണ്ടല്ലോ അതിൻ്റെ മുകളിലൂടെ വേണം നീഡിൽ ഇവിടേക്ക് താഴ്ത്തി കൊടുക്കാനായിട്ട്. അപ്പോൾ അതൊരു പ്രൊജക്ഷൻ പോലെ നമുക്കിപ്പോൾ വന്നിട്ടുണ്ട്. ഇനി അടുത്ത നീഡിൽ എടുക്കേണ്ടത് ഒരു ലോങ് സർദോസി വിട്ടിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് വേണം നീഡിലെടുക്കാനായിട്ട്. വീണ്ടും ഒരു ചെറിയ സർദോസി എടുത്തിട്ട് നെക്സ്റ്റിൻ്റെ മുകളിലൂടെ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ മാറ്റ് പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് റോ നമ്മൾ നേരെ താഴേക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. ഇനി സെക്കൻഡ് റോ ചെയ്യുമ്പോൾ നമ്മൾ നീഡിൽ ഇവിടെ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത സർദോസിയുടെ മുകളിലൂടെ അല്ല കേട്ടോ. നെക്സ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഏതൊക്കെ സർദോസി വിട്ട് കളഞ്ഞോ അതിൻ്റെ മുകളിലൂടെയാണ് ഇതുപോലെ പ്രൊജക്ഷൻ പോലെ വരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു മാറ്റ് ഫില്ലിങ് വരുന്നത്. സർദോസി വെച്ചിട്ടുള്ള വർക്കുകളെല്ലാം അത്യാവശ്യം ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള വർക്കുകളാണ് കേട്ടോ. കാരണം ഇതൊരു സ്പ്രിങ് പോലെ ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഇത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടാണ് കേട്ടോ വർക്കുകളൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമുക്ക് പുറമേ വലുതായിട്ടൊന്നും കാണാനുണ്ടാവത്തില്ല. പക്ഷേ ഇങ്ങനത്തെ വർക്കുകൾക്ക് അത്യാവശ്യം നല്ല റേറ്റ് വരും. നമ്മൾ സാധാരണ ബീഡ് വർക്ക് ചെയ്യുന്ന പോലെ അല്ലല്ലോ. ബീഡൊക്കെ ആണെങ്കിൽ ഓരോന്ന് നമുക്ക് ആ ബീഡിൻ്റെ സൈസിൽ നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ 2 mm 3 mm അങ്ങനെ പറഞ്ഞ് സൈസ് കിട്ടും. പക്ഷേ ഈ സർദോസി ഒറ്റ സ്പ്രിങ് ആയിരിക്കും. അതിപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇപ്പോൾ 1 സെൻറ്റിമീറ്റർ വെച്ച് കട്ട് ചെയ്യുവാണെങ്കിൽ എല്ലാം 1 സെൻറ്റിമീറ്റർ തന്നെ വെച്ച് കട്ട് ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ഈ സർദോസി വർക്കുകൾക്ക് റേറ്റ് എപ്പോഴും കൂടിപ്പോകുന്നത്. കാണുമ്പോൾ കുഞ്ഞൊരു വർക്കായിരിക്കും, നെക്കിലൊക്കെ ചെറിയ വർക്കുകൾ. പക്ഷേ അതിന് അതിൻ്റേതായ ടൈം വേണം. നമുക്കതൊരു ഫ്ലവർ ആക്കണമെങ്കിലോ അതിലൊരു സ്റ്റെം ആക്കണമെങ്കിലോ ഒക്കെ അത്യാവശ്യം സമയം വേണ്ടതാണ്. ഇനി ലീഫ് പോർഷൻ ചെയ്യാനായിട്ട് ഐ ഷേപ്പിലുള്ള ഫിറ്റിംഗ് സ്റ്റോൺ ഒന്ന് സ്റ്റിക്ക് ചെയ്തിട്ട് അതിന് ചുറ്റുമായിട്ട് ഷുഗർ ബീഡ്സും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ്. ഇനി ട്രീയുടെ ഔട്ട്ലൈൻ പോർഷനിലും പീകോക്കിൻ്റെ ഔട്ട്ലൈൻ പോർഷനിലും സെറി ത്രെഡ് വെച്ചിട്ട് ചെയിൻ സ്റ്റിച്ച് ഒന്ന് ചെയ്ത് കൊടുക്കുവാണ്.
ഫെദറിൻ്റെ പോർഷൻ നമ്മൾ 3D ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വേറൊരു ക്ലോത്തിലേക്ക് ഓരോരോ ഫെദർ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഔട്ട്ലൈനിലൂടെ ഒരു റോ ഷുഗർ ബീഡ്സ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നിങ്ങൾ നോർമൽ നീഡിൽ വെച്ചിട്ട് ചെയ്യുവാണ് ഇങ്ങനെ ചെയ്യേണ്ട. പകരം നമ്മൾ നല്ല ക്ലോത്തിൽ ആ ഡിസൈൻ വരച്ചിട്ടുണ്ടല്ലോ, അതിലൂടെ തന്നെ ഈ ഒരു രീതിയിൽ എന്ന് വെച്ചാൽ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്തെന്ന് അതേ രീതിയിൽ തന്നെ ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു പോർഷനാണ് ശരിക്കും നമുക്ക് നോർമൽ നീഡിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു പോർഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ മെയിൻ ക്ലോത്തിൽ തന്നെ സെയിം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ 3Dയുടെ ആ എഫക്റ്റ് വരാൻ വേണ്ടി നമ്മളിത് കട്ട് ചെയ്തിട്ട് ഒക്കെ ആയിരിക്കും ചെയ്യുക. അപ്പോൾ അത് മാത്രമാണ് കേട്ടോ നോർമൽ നീഡിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റാത്തത്. ഇനി റെഡ് കട്ട് ബീഡ് വെച്ചിട്ട് ഫെദർ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുവാണ്. ഇനി ആ ഫെദറിന് ചുറ്റുമായിട്ട് 2 റോ ചെയിൻ സ്റ്റിച്ച് സെറി ത്രെഡ് വെച്ചിട്ടൊന്ന് ചെയ്ത് കൊടുക്കണം. ഇനി ഈ ക്ലോത്തിൻ്റെ ബാക്ക് വശം എടുത്തിട്ട് നമുക്ക് ഗം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ബോർഡറിലൂടെ വേണം ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. ഗം നന്നായിട്ട് ഉണങ്ങിയ ശേഷം നമുക്ക് ഓരോ ഫെദറും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. സ്റ്റിച്ച് ലൈനിലൊന്നും കൊള്ളാൻ പാടില്ല കേട്ടോ. അപ്പോൾ ആദ്യം റഫായിട്ടൊന്ന് കട്ട് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഷേപ്പ് അനുസരിച്ച് നല്ല രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി കട്ട് ചെയ്ത ഈ ഫെദേഴ്സ് നമ്മൾ മെയിൻ ക്ലോത്തിലേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നോർമൽ നീഡിൽ വെച്ചിട്ട് ഫെദേഴ്സിൻ്റെ പൊസിഷൻ എങ്ങനെയാണോ എന്ന് നോക്കിയിട്ട് ഓരോന്നോരോന്നായിട്ട് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ താഴത്തെ വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഇതുപോലെയാണ് വരുന്നത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയിലുള്ള കാണാം. ബൈ.